ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതി രേവതിക്ക് സച്ചിനും ജീവിതത്തിലൊരു ഭാരമണിയാൻ ആമീനെ എത്രയും പെട്ടെന്ന് തുരത്താൻ വേണ്ടി ശ്രുതി ഉണ്ടാക്കിയ പ്ലാനൊക്കെ ചീറ്റി പോവാണ്. രേവതി അത് പൊളിച്ചടുക്കുകയാണ്. അപ്പോൾ ആമി പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവരെൻ്റെ പുറകെയാണ്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ പുറകെ നടക്കുന്നു, ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ പുറകെ നടക്കുന്നു, ഞാൻ നടക്കുന്നത് മുഴുവൻ ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരൊന്നെങ്കിൽ ഇവരെന്നെ പേടിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ കള്ളത്തരം അങ്ങളെ അത് 100% ഉറപ്പാന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, കള്ളത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്ത് കള്ളത്തരം, ഞങ്ങൾക്കൊരു കള്ളത്തരം ഇല്ല പറയും. അപ്പോൾ ശ്രുതി പറയും, എന്ത് കള്ളത്തരം, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ നിൻ്റെ പുറകെ നടക്കുന്നത്, നിന്നോട് സംസാരിക്കുന്നതൊക്കെ. നീ ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും പാരമായിട്ട് വന്നാണെന്ന് അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ പുറകെ നടന്ന ശ്രുതി പറയുകയാണ്. അല്ലാണ്ട് ആമി ഞങ്ങൾക്ക് യാതൊരുവിധ കള്ളത്തിനും ഉണ്ടായിട്ടില്ല, നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിക്കുമ്പോൾ ആമി പറയണം, എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നാളെ കാലത്ത് ഞാൻ ഇവിടുന്ന് പോവുകയാണ് പറയുന്നത്. അപ്പോൾ രേവതി, ആമി നാളെ കാലത്തോ, എൻ്റെ എത്ര പെട്ടെന്നൊരു തീരുമാനം ചോദിക്കാണ്, ഞാൻ പോവുകയാണ് രേവതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നാളെ കാലത്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാൻ കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രേവതി കുട്ടിയെ എൻ്റെ പെട്ടി ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കണേ എന്ന് പറയാണ്. അപ്പോൾ വർഷം വന്നിട്ട് പറയാം, എന്തിനും കാൽ വയ്യാത്ത ചേച്ചി ബുദ്ധിമുട്ടിക്കണം, ഞാൻ വരില്ലേ സഹായിക്കാമെന്ന് ചോദിക്കണം. അപ്പോൾ രേവതി പറയും, പക്ഷേ ചേച്ചിക്ക് കാലല്ലേ വയ്യായികയുള്ളൂ, കൈ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ സഹായിച്ചോളാം കേട്ടോ പറഞ്ഞിട്ട് ആമി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആമീനെയും കൂട്ടി റൂമിലേക്ക് പോയി. അങ്ങനെ അപ്പോൾ സച്ചിക്ക് എന്തോ സംശയമുണ്ട് ശ്രുതിന്. സച്ചി ഇങ്ങനെ അവരെന്നെ ഇങ്ങനെ ചകഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തുണ്ട്, എടാ മോനെ, നീ എൻ്റെ മുഖത്തേക്ക് നോക്കി, നിൻ്റെ മുഖത്ത് എന്തോ വശപ്പശക്കും കള്ളത്തരം ഉണ്ടോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും, നീ നോക്കിക്കോ, നിങ്ങളുടെ കള്ളത്തരം ഞാൻ പൊളിക്കുമ്പോണ്ട് ഒന്ന് പോടാ പറയുക. അപ്പോൾ ശ്രുതി, അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവാണ്. അവർ പോയി കഴിയുമ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, എല്ലാ ഗോളും പന്തും നിൻ്റെ നിരക്കാണല്ലോ, നിൻ്റെ കഷ്ടകാലം തോന്നുന്നുണ്ട് പറയുമ്പോൾ ശ്രുതി പറയാം, എൻ്റെ മാത്രമല്ല ശ്രുതിയുടെ നിരക്ക് വന്നല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും കഷ്ടകാലം, പിന്നെ ഇപ്പോൾ കുറച്ച് കൊണ്ടായാലും കുഴപ്പമില്ല, അവൾ പോവാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലേക്കൊരു സമാധാനം ഉണ്ട്, അതന്നെ ഒരു സന്തോഷം, എന്തായാലും മാരണം ഇവിടെ നിന്ന് പോവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കിടക്കാൻ പോവാണ്. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റു, ആമി റെഡിയായിട്ട് രേവതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രേവതിയോട് പറഞ്ഞു, രേവതിക്കുട്ടിയെ അപ്പം എന്നാൽ പോവാമല്ലേ, എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, ഞാൻ ഇവിടെ ജീവിച്ച സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കുറച്ച് ദിവസങ്ങൾ തന്നതിന് നിന്നോട് എനിക്ക് നല്ലോണം നന്ദിയുണ്ട് എന്നൊക്കെ പറയണം. നീ ഹാപ്പി അല്ലേ ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ഹാപ്പി അല്ല പറഞ്ഞിട്ട് രേവതിയുടെ കണ്ണൊക്കെ നിറയണം. എന്ത് പറ്റി രേവതി ചോദിക്കുമ്പോൾ പറയും, ഇപ്പോഴും ആമി എന്നോട് ആ കാര്യം പറഞ്ഞില്ല, കുറേ പേർക്കറിയാം, എന്നിട്ടും എല്ലാവരും എൻ്റെ നിന്ന് മറിച്ചേക്ക്, സച്ചേട്ടൻ പോലും എന്നോടത് പറയുന്നില്ല, അതെന്താണെന്നറിയാതെ എനിക്ക് എങ്ങനെയൊരു സമാധാനം ഉണ്ടാവും ആമിയെ, അത് ഇപ്പോഴും പറയാൻ സമയം വൈകിയിട്ടില്ല, ആമി പോണേറ്റിന് മുന്നേ ആ വിവരം എന്നോടൊന്ന് പറയൂ, എന്താ കാര്യം, എൻ്റെ സച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന് ഞാൻ അറിയണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ആമി പറയും, ഒരിക്കലും നീ അത് അറിയാതിരിക്കാൻ, ഞാൻ നിന്നോട് തുറന്ന് പറയണമെന്ന് വിചാരിച്ചത് തന്നെയാണ് രേവതി, പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അത് നീ അറിയാതിരിക്കാൻ നല്ലതെന്ന്, കാരണം അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന സച്ചി പോലും നീ അത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് മനസ്സിൽ വിഷമാവരുതെന്ന് വിചാരിച്ചിട്ടല്ലേ അവനത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയും ഇതായിട്ടുള്ളൊരു കാര്യമാണ്, എന്നോട് പോലും അവനത് പറയരുത്, ഒരു നിമിഷം ഞാനത് പറഞ്ഞു തന്നെയെന്ന്, പക്ഷേ അവൻ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലയെന്നും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലയെന്നും അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ രേവതി കുട്ടി അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ പറയാം. അപ്പോൾ രേവതി ഒന്നും മിണ്ടില്ല, എൻ്റെ പൊന്നെ ഒന്ന് ചിരിച്ചേ, ഈ ചിരിയുള്ള മുഖമൊന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയാണ് ആമി. അപ്പോൾ രേവതി ചിരിക്കുമ്പോൾ ആമി പറയാണ്, നിൻ്റെ മനസ്സ് പോലെ തന്നെ, നിൻ്റെ ചിരി പോലെ തന്നെ തെളിഞ്ഞ ഇതാണ് നിൻ്റെ മനസ്സും, നീ ഒരുപാട് സുന്ദരി, അതുപോലെ തന്നെയാണ് നിൻ്റെ മനസ്സെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ആമി വന്നിട്ട് രേവതിക്ക് ഉമ്മയൊക്കെ കൊടുക്കണം. എന്നാൽ നമുക്ക് ഇറങ്ങാം ചോദിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പൂമുഖത്തേക്ക് വന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ആമിനെ യാത്രയാക്കാൻ വന്നിട്ട് മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും രവീന്ദ്രൻ അങ്കിളും അതുപോലെ തന്നെ സച്ചിയും രേവതിയും എല്ലാവരും പൂമുഖത്ത് കാവലാണ്. അങ്ങനെ ആമി എല്ലാവരോടും യാത്ര പറയുമ്പോൾ ആമി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു ഇത്, എൻ്റെ ജീവിതം ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സമ്പാദിച്ചു, കാശൊക്കെ ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ജീവിതം സെറ്റിൽഡായി എന്നൊക്കെയുള്ള ഒരു ഇതിൽ ഞാൻ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും എനിക്ക് കാനഡയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന, സ്നേഹം കിട്ടുന്ന അപൂർവം ചില ഫ്രണ്ട്സ്, അതൊക്കെ എനിക്ക് ഇവിടെ നിന്നാണ്, ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ സച്ചിനെ, എൻ്റെ അങ്കിളിനെ ഞാൻ മറക്കില്ല. അപ്പോൾ
രവീന്ദ്രൻ അവളെ ചേർത്ത് പിടിക്കണം എന്നിട്ട് പറയാണ്, എനിക്ക് ദൈവം 3 ആൺമക്കളെ തന്നപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. പക്ഷെ നീ യാദൃശ്ചികമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നീ ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഞാൻ കരുതിയത്. ഇപ്പം നീ പോവാന്ന് പറയുമ്പോൾ മനസ്സിലേക്കൊരു വിഷമം എന്നൊക്കെ പറയാണ്. അപ്പോൾ ആമി പറയാണ്, ആ വിഷമം എനിക്കുണ്ട് അങ്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ വന്ന് നിൽക്കണം നിങ്ങളുടെയൊക്കെ ഒപ്പം കഴിയണ നിമിഷങ്ങളാണ്. ഒരുപാട് സന്തോഷമാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് സച്ചി അങ്കളൊക്കെ തരണത്. അതിനിപ്പോൾ നമ്മൾ ഫോൺ വിളിക്കണം, അന്വേഷിക്കണം, സംസാരിക്കണം എന്നൊന്നുമില്ല അങ്കളെ. മനസ്സിലത്തെ സ്നേഹം എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അത് മനസ്സറിഞ്ഞ് തന്നെ വരും. അത് എത്ര കാലം കഴിഞ്ഞാലും മരണം വരെയാണെങ്കിലും അത് മനസ്സിൽ ഓർമ്മകളായിട്ട് തന്നെ ഉണ്ടാവും അങ്കളെ. എനിക്ക് നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് അല്ലടാ സച്ചി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്ക് സത്യം പറഞ്ഞ കഥ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലാവട്ടോ. ഞാൻ ഈ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആമി ഇറങ്ങിയിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നമ്മളെത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിനക്കറിയാം ചെറുപ്പം തൊട്ട് നീയും ഞാനും എത്ര പ്രിയപ്പെട്ടതെന്ന് നിനക്കറിയാം. സുധീനെ എനിക്കറിയാം, പക്ഷേ സുധിക്ക് എന്നെ അറിയാം. പക്ഷേ സുധീനെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സച്ചി, നമ്മൾ ചെറുപ്പത്തിൽ എത്ര അടുപ്പായിരുന്നു നിനക്കറിയാം അല്ലേ. എനിക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിൽ നീ ഓടി വരുമായിരുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും എല്ലാം നീ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ സച്ചി. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാനഡയിൽ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ കാശുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്താലും മനസ്സ് തൊട്ടറിഞ്ഞിട്ടുള്ള സ്നേഹം എനിക്ക് തന്നത് നീയാടാ സച്ചി. എനിക്ക് എൻ്റെ ഉള്ളിലൊരു ജീവൻ, അതായത് ഞാനിപ്പോൾ എനിക്കൊരു ജീവനായിട്ട് ഞാൻ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവൻ നീയാടാ സച്ചി. നീ എൻ്റെ ജീവനാടാ. എൻ്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവൻ നിലനിർത്തുന്ന ജീവനാടാ നീ എൻ്റെ സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇമോഷണലാവാണ് ഭയങ്കരമായിട്ട് ആമി. അത് കാണുമ്പോൾ സച്ചി അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ ആമി പൊട്ടിക്കരയണോ, സച്ചിയുടെ തോളിൽ തല വെച്ചിട്ട് പൊട്ടിക്കരയണം. സത്യം പറഞ്ഞാൽ ആ ഒരു ഭാഗമൊക്കെ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് പോലും നമ്മൾ അമ്പരന്ന് പോകുന്ന കഥയാണ് കേട്ടോ ഒന്ന്. അങ്ങനെ ആമി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാണ്. സച്ചി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കയറി വന്ന് വീണ്ടും രേവതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഇറങ്ങുക. അപ്പോൾ പറയുന്നുണ്ട്, പോണയാട്ടിൽ മുന്നേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും തോന്നണില്ല, നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ആമിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകണം. അതിനിടയിൽ ആമിയുടെ അമ്മ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട് ആമി അമ്മയോട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ പോകണം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടനെ കൊണ്ടുപോയാക്കായിരുന്നു ആമി ചേച്ചീനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആമി പറയേണ്ടത്, വേണ്ട സച്ചി രേവതിയുടെ കൂടെ വേണം, ഞാൻ പൊക്കോളാം, ഞാൻ തന്നെയാണ് സച്ചിയോട് വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞതെന്ന് പറയേണ്ട ആമി. അങ്ങനെ ആമിക്ക് സത്യം പറഞ്ഞാൽ രേവതിയോട് സച്ചിയോടുള്ള സ്നേഹം, നീ ഭാഗ്യം ചെയ്തോളാം രേവതി. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് അപൂർവമായിട്ട് കിട്ടണതാണ് ഇങ്ങനെ ഒരു ഭർത്താവിന്. നിനക്ക് ആ ഭാഗ്യം യോഗം ചെയ്ത ജന്മാണ് എൻ്റെ കുട്ടി ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ടാണ് ആമി രേവതിയുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കണത്. അത് കഴിഞ്ഞ് ആമി യാത്ര പറഞ്ഞ് പോകുമ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നിശബ്ദമായി ചന്ദ്രോദയം. എല്ലാവരും വർഷയും ശ്രീകാന്തും ശ്രുതി സന്തോഷമായിട്ട് അകത്തേക്ക് പോയി. വർഷ ശ്രീകാന്ത് അകത്തേക്ക് പോയി. അപ്പോൾ വർഷ പറഞ്ഞിട്ട് രേവതി ചേച്ചി നമുക്ക് അകത്തേക്ക് പോയി ചോദിക്കുമ്പോൾ രേവതി പറയേണ്ടത്, വേണ്ട നീ പൊക്കോ, എന്നെ സച്ചിയായിട്ടും കൊണ്ടുവരും പറയുന്നത്. അപ്പോൾ സച്ചിയും രവീന്ദ്രനും രേവതിയും മാത്രമാണ് പൂമുഖത്ത്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ രവീന്ദ്രൻ കാറിൽ ചാരി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛന് എന്ത് പറ്റി പറയുമ്പോൾ നോക്കുമ്പോൾ രവീന്ദ്രൻ കരയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ഇത്രയും ദിവസം ഒരു ബഹളവും ഓളമെട്ടൊക്കെ ആയിരുന്നു വീടിൻ്റെ ഉള്ളിൽ, എന്തൊരു ആഘോഷവും എന്തൊരു രസമായിരുന്നു. ഇപ്പം ശരിക്കും നമ്മുടെ പൂരൊഴിഞ്ഞ പൂരപ്പറമ്പില്ല, എല്ലാവരും പോയി നിശബ്ദമായ ഒരു ഇതുപോലെ ഈ വീട്. അവളെ നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചായിരുന്നോടാ സച്ചി. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇത്രയും വലിയൊരു ഭാഗം നമുക്കറിയാം. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലടാ സച്ചി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഭയങ്കര വിഷമമായിട്ട് പറയണം. അപ്പോൾ സച്ചി പറയണം, അച്ഛൻ എന്തിനു വിഷമിക്കണം, അച്ഛൻ്റെ സങ്കടം മാറ്റി ഞാൻ ഇല്ല ഇവിടെ കൂടി വായിച്ചാ പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ വിഷമം മാറ്റാൻ രവീന്ദ്രനെ ഇക്കിലേക്ക് സച്ചി കൂട്ടിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ സച്ചി രവീന്ദ്രനും രേവതിയും കൂടി അകത്തേക്ക് പോകണം. ഈ സമയത്ത് ശ്രുതിയും കൂടി സംസാരിക്കണം. എന്തായാലും അവൾ പോയത് നന്നായി, അവൾ പോയല്ലോ, മാരണം ഒഴിഞ്ഞുപോയി. അവൾ നീലിമയുടെ ആളൊന്നല്ല തോന്നണ്ട, നമ്മൾ വെറുതെ സംശയിച്ചു. ഞാനെന്നല്ല ശ്രുതിയെ സംശയിച്ചു, ശ്രുതി അല്ലെങ്കിൽ ഒരു മണ്ടന എന്നൊക്കെ പറയണം. ശ്രുതി വെറുതെ സംശയിച്ചു അവളേനെ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയും, ഞാൻ മാത്രമല്ല നീയും സംസാരിച്ചില്ല, എന്നെ മണ്ടെന്നൊന്നും വിളിക്കരുത് കേട്ടോ ശ്രുതി, എനിക്ക് 7 ഡിഗ്രി ഉള്ളവനാ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ പറയണ സമയത്ത് പറയണം ശ്രുതി, ഇപ്പം നീലിമയുടെ കോളൊന്നും കാണാനില്ലല്ലോ എന്ന് പറയണം. ശരി, അപ്പോൾ നീലിമ വിളിക്കുന്നില്ല, അവൾ ചത്തോ അതോ ജീവനോടുകൂടി ഇല്ലേ, അതോ നമ്മളെ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടേക്കാണോ, എന്തായാലും അവളുടെ കോളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ മാരണം ഒഴിഞ്ഞു പോയില്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിക്കണം. അങ്ങനെ പറയണം.
അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ അവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് രേവതി സച്ചിയും കൊണ്ടിട്ട് പൂമുഖത്തിരിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കും വിഷമമായില്ലേ സച്ചിയേട്ടനും ചോദിക്കുമ്പോൾ വിഷമമായി പറയും. പകുതി എന്നല്ല, എനിക്കറിയാം സച്ചിയേട്ടൻ്റെ മുഴുവൻ വിഷമമാണ്. ഇല്ല, പകുതി വിഷമമുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം നീ എന്നെ വിട്ടുപോകുമ്പോഴാണ്. അപ്പോൾ രേവതി പറയും അതിന് ഞാൻ സച്ചിയേട്ടനെ വിട്ടു പോകണില്ലല്ലോ. ഇല്ല, വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. എന്നിട്ട് സച്ചി വന്നിട്ട് രേവതിയുടെ കൈ പിടിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണമല്ലോ എന്ന് പറയാം. എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം. പിന്നെ കുറച്ച് ദിവസമായിട്ട് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാണ് രേവതി. അപ്പോൾ അതെന്താ അത് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയോട് അത് പറയാൻ നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ളൊരു എപ്പിസോഡ്. ആമി എന്നുള്ള ക്യാരക്ടർ കുറച്ച് ഓവറാന്ന് നമുക്ക് തോന്നുമായിരുന്നെങ്കിൽ ആമി ഇത്രയും നല്ലൊരു കുട്ടിയെന്നായി ഇറങ്ങുന്ന സമയത്തുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെയാണ് ഇന്നത്തെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ പറയാം, എന്നെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.